നമസ്കാരം. നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയാണ്. ഈ കഴിഞ്ഞ 20 വർഷത്തോളം ബംഗ്ലാദേശ് ഭരിച്ച അവാമി ലീഗ് നേതാവായ ഷെയ്ഖ് ഹസീന സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അവർ ഇന്ത്യയിൽ അഭയം തേടുകയും ചെയ്തു. ഒരല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നു എന്ന അവസ്ഥയിലുള്ള പ്രക്ഷോഭമായിരുന്നു അന്ന് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. രായ്ക്കു രാമാനം താൽക്കാലിക അഭയമെന്ന രീതിയിൽ ഇന്ത്യയിലെത്തിയ അവർ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. അതിനിടെ ബംഗ്ലാദേശിൽ കൂടുതൽ രൂക്ഷമായ സംഭവവികാസങ്ങൾ ഉടലെടുക്കുകയാണ്. ഇന്ത്യക്കെതിരായി നിലകൊള്ളുന്ന തീവ്ര നിലപാടുകാരുടെ കൈകളിൽ ബംഗ്ലാദേശ് എത്തിയതോടെ അവിടെ നിന്നും ഓരോ ദിവസവും ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങളുടെ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഷെയ്ഖ് ഹസീന പുറത്തായതോടെ ബംഗ്ലാദേശ് രണ്ടാം സ്വാതന്ത്ര്യം നേടിയെന്നാണ് അവിടെ ഇടക്കാല സർക്കാരിന്റെ തലവനായി വന്ന നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് പ്രഖ്യാപിച്ചത്. മുഹമ്മദ് യൂനുസ് വന്നതിന് ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവർ അടക്കമുള്ള എല്ലാവർക്കുമെതിരായി അതിശക്തമായ നടപടികൾ ആരംഭിച്ചു. അവരെല്ലാം അവരുടെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും അവകാശങ്ങൾക്കുമായി അവിടെ പോരാടുകയാണ്. മുൻപ് ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി നല്ല സൗഹൃദം നിലനിന്നിരുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ ആ അവസ്ഥയൊക്കെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി പിന്നീട് ആക്രമണങ്ങൾ അങ്ങിങ്ങായി പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും ഒക്കെ തല്ലി തകർക്കുകയും നിരവധി പേർക്ക് തെരുവുകളിൽ അക്രമം നേരിടേണ്ട അവസ്ഥയുമുണ്ടായി. അതോടെ നൂറുകണക്കിന് ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഇസ്കോണിന്റെ ഒരു പ്രധാന സന്യാസിയായിരുന്ന ചിന്മയി കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന പുരോഹിതൻ ഹൈന്ദവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി അവിടെ ഉയർന്നു വന്നത്. തെരുവുകളിൽ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിയുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഈ ചിന്മയി കൃഷ്ണദാസ് അവിടെ ആഹ്വാനം ചെയ്തത്. 1985 മെയ്യിൽ ചിറ്റഗോങ്ങിലെ കരിയാനഗർ ഗ്രാമത്തിൽ ജനിച്ച ചിന്മയി കൃഷ്ണദാസ് 12ാം വയസ്സിലാണ് സന്യാസപാത സ്വീകരിച്ച് ഇസ്കോണിന്റെ ഒരു ഭാഗമായി മാറിയത്. അതിനുശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. ഈ ക്ഷേത്രങ്ങളൊക്കെ വ്യാപകമായി ആക്രമിക്കപ്പെട്ടതോടെയാണ് ചിന്മയി കൃഷ്ണദാസിന്റെ ശബ്ദം ഉയർന്നു കേട്ടു തുടങ്ങിയത്. അവിടുത്തെ ന്യൂനപക്ഷ ഹിന്ദു ഗ്രൂപ്പായ സമ്മളിത് സനാതൻ ജാഗരൺ ജോട്ട് അതിന്റെ വ്യക്തമായാണ് ദാസ് അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് സർക്കാരിന്റെ അതിക്രമങ്ങളെ അദ്ദേഹം തുറന്ന് വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ചിറ്റഗോങ്ങിൽ ഒരു പ്രതിഷേധ റാലിക്കിടെ ഈ ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ അപമാനിച്ചു എന്ന കുറ്റം ആരോപിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവാണ് ഈ പരാതി നൽകിയത്. ചിന്മയദാസിനെ ഇപ്പോൾ ജാമ്യവും നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുയായികളും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ആ ഏറ്റുമുട്ടലിൽ ഒരു അഭിഭാഷകന് അവിടെ ജീവന് നഷ്ടമായി. അതുമാത്രമല്ല, ഈ ഇസ്കോൺ എന്ന സംഘടനയെ ഒരു മതമൗലികവാദ സംഘടനയെന്ന് മുദ്രകുത്തി നിരോധിക്കുവാനുള്ള നീക്കവും ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുകയാണ്. ചിന്മയദാസ് അടക്കമുള്ള നിരവധി പേരുടെ സ്വത്തുവകകളൊക്കെ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയിൽ നിന്നും ഇതിനെതിരായി ശക്തമായ പ്രതികരണവും വന്നിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയങ്ങളിൽ ആശങ്ക അറിയിച്ചെങ്കിലും ബംഗ്ലാദേശ് പറയുന്നത് അത് അവരുടെ ആഭ്യന്തര കാര്യമെന്നാണ്. ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ടായിരുന്ന ആ മികച്ച ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ കഴിയുന്ന ഷെയ്ഖ് ഹസീനയും ഈ ചിന്മയദാസിന്റെ അറസ്റ്റിനെ അത് അന്യായമാണെന്ന് കാണിച്ച് പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടെ ഈ ഇസ്കോൺ അവർ പറയുന്നത് ചിറ്റഗോൺ ഡിവിഷനിലെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ഈ ചിന്മയദാസിനെ മുൻപ് അവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചതിന് ഇസ്കോൺ സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്നാണ്. അതുമാത്രമല്ല, ഇസ്കോൺ ചിന്മയദാസിൽ നിന്നും ഒരു അകലം പാലിച്ചു വരികയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പുറത്തു വന്നിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനുശേഷം ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവർക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുന്ന ചിന്മയദാസിനോടൊപ്പം ഞങ്ങൾ നിലകൊള്ളുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റും ഈ ഇസ്കോൺ പിന്നീട് പുറപ്പെടുവിച്ചു. ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിൽ ഇന്ത്യ ശക്തമായ നിലപാട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഭീഷണികളും ആക്രമണങ്ങളുമൊക്കെ തടയുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിനോട് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഈ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റിയേ പറ്റൂ. ഇതിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. നേരത്തെ ബംഗ്ലാദേശ് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നവയാണ് എന്ന ആ ഒരു വാദത്തോട് ഇന്ത്യ ഒട്ടും യോജിക്കുന്നില്ല. ഇസ്കോണിനെതിരെ ഇപ്പോൾ നടന്ന ഈ നടപടികളിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇസ്കോൺ എന്നത് ആഗോളതലത്തിൽ സാമൂഹ്യ സേവനം നടത്തുന്നതിൽ വലിയ പ്രശസ്തമായ ഒരു സംഘടനയാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ചിന്മയി കൃഷ്ണദാസ് അടക്കമുള്ള 17
ആയിരത്തോളം ഹിന്ദു നേതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഇപ്പോൾ ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ നടത്തുവാനുള്ള ഒരു നീക്കവും കൂടി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം ബംഗ്ലാദേശിൽ മതമൗലികവാദികളുടെ ശക്തമായ സ്വാധീനം ഉറപ്പിക്കപ്പെടുകയും ഒരു ഇടക്കാല സർക്കാർ എന്ന നിലയിൽ ബംഗ്ലാദേശിൽ അധികാരമേറ്റ നൊബേൽ സമ്മാന ജേതാവായ യൂനുസിന്റെ സർക്കാരിൽ വലിയ പ്രതീക്ഷയാണ് ബംഗ്ലാദേശികൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളിലും ഇന്ത്യക്കെതിരായുള്ള പ്രസ്താവനകളിലും വൈദ്യുതി വിതരണത്തിൽ ബംഗ്ലാദേശിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഇന്ത്യക്കെതിരായി ഉണ്ടായ പ്രകോപനപരമായ നടപടികളുടെ ഭാഗമായി നിരവധി വ്യാപാര ബന്ധങ്ങളിലും ഇപ്പോൾ വിള്ളലുകൾ ഉണ്ടായിരിക്കുകയാണ്. ബംഗ്ലാദേശിന് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇതേ തരത്തിൽ കുറച്ചുനാൾ മുമ്പ് മാലിദ്വീപും ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരുന്നു. ഇങ്ങനെ ബംഗ്ലാദേശും മാലിദ്വീപും ഒക്കെ ചൈനയുടെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ നിലപാടുകൾ എടുത്തതിന്റെ ദുരന്തഫലവും അവർ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ സ്വയം കുഴിക്കുന്ന കുഴിയിൽ വീഴുന്ന അവസ്ഥയിലേക്കാണ് ഈ അതിർത്തി രാജ്യങ്ങളൊക്കെ പോകുന്നത്. എന്തായാലും ഇന്ത്യയിലെ മോദി സർക്കാർ ഈ സംഭവ വികാസങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്കെതിരായ ശക്തമായ നടപടികൾ വരുന്ന നാളുകളിൽ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.